കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗൗരവമേറിയതാണ് നടൻ സിദ്ദിഖിനെതിരെയുള്ളത്. പരാതിയിൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2016 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്ന് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത്. മോളെ എന്ന് വിളിച്ചാണ് സിദ്ദിഖ് അഭിസംബോധന ചെയ്തത്. ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. വിവരം പുറത്തറിയിച്ചാലും തന്നെയൊന്നും ചെയ്യാനാവില്ലെന്നും പറഞ്ഞെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ നടി ചൂണ്ടിക്കാട്ടിയിരുന്നു. ലൈംഗികാതിക്രമത്തിനിരയാകുന്നവർ നേരിടുന്ന വൈകാരികവും സാമൂഹികവുമായ ബുദ്ധിമുട്ടുകൾ പരാതി വൈകാനും കാരണമാകുന്നുണ്ടെന്ന് നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിൽ ജസ്റ്റിസ് DS ഡയസ് ചൂണ്ടിക്കാട്ടി. ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ കൊടും വൈരത്തോടെ അധിക്ഷേപിക്കാനാണ് ഹർജിക്കാരന്റെ ശ്രമമെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ബലാത്സംഗത്തിന് തെളിവുകളുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സംഭവത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരി ചൂണ്ടിക്കാട്ടി. ഉന്നത സ്വാധീനമുള്ള വ്യക്തിയും അധികാര കേന്ദ്രങ്ങളുമായി അടുപ്പവുമുള്ളതിനാൽ പരാതി നൽകാൻ ഭയമായിരുന്നു. തന്റെ കരിയർ നശിപ്പിക്കുമെന്നും ജീവൻ അപകടത്തിലാക്കുമെന്നും ഭയപ്പെട്ടിരുന്നെന്നും നടി വ്യക്തമാക്കി. ബലാത്സംഗ കുറ്റമില്ലെന്ന സിദ്ദിഖിന്റെ വാദത്തെ സുപ്രീം കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി തള്ളിയത്. ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ സിദ്ദിഖ് ബലാത്സംഗം കുറ്റം ചെയ്തെന്ന് പ്രഥമ ദൃഷ്ട്യാ സൂചനയുണ്ടെന്ന് കോടതി പറഞ്ഞു. 1.5 മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഹോട്ടലിൽ താമസിച്ച മുറിയുടെ നമ്പറും മറ്റും തെളിവെടുപ്പിൽ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനുവരി 27 രാത്രി 12 മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് രേഖകളിൽ നിന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. പരാതിക്കാരി നൽകിയ വാട്സ്ആപ്പ് മെസഞ്ചർ സന്ദേശങ്ങളും ശക്തമായ തെളിവുകളായി. ലൈംഗിക പീഡനത്തിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷത്തെ തുടർന്ന് യുവതി കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പിള്ളി നഗറിലുമുള്ള 2 സൈക്യാട്രിസ്റ്റുകളുടെ ചികിത്സ തേടിയിരുന്നു. ഇക്കാര്യവും ശരിവെച്ച് മൊഴി നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസെടുത്തതിന് പിന്നാലെ DGPക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങൾ നടൻ സിദ്ദിഖിന് തന്നെ കുരുക്കായി. യുവനടിയെ മാസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയതും മുറിയിൽ കണ്ടതും പരാതിയിൽ നിന്നൊഴിവാക്കിയ സിദ്ദിഖ് തിയേറ്ററിൽ വെച്ച് കണ്ടതും സംസാരിച്ചതും അവസരം നൽകാമെന്ന് പറഞ്ഞതുമെല്ലാം ശരിവെച്ചു. സിദ്ദിഖ് പറഞ്ഞിടത്തുനിന്ന് തന്നെ അന്വേഷണം ആരംഭിച്ച സംഘം യുവനടിയുമായി മാസ്കറ്റ് ഹോട്ടലിലെത്തി തെളിവെടുത്തതോടെ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം ലഭിച്ചു. ഹോട്ടലിലെ സംഭവങ്ങൾ സിദ്ദിഖ് മനഃപൂർവ്വം മറച്ചുവെച്ചെന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമായത്. സംഭവം നടന്ന 2016 ജനുവരി 28 മാസ്കറ്റ് ഹോട്ടലിൽ ജോലിക്കുണ്ടായിരുന്ന വെയിറ്റർമാരും റൂം ബോയിയും ഉൾപ്പെടെ 13 പേരെ തേടിപ്പിടിച്ച് മണിക്കൂറുകളോളം മൊഴിയെടുത്തു. പരാതിക്കാരി നൽകിയ മൊഴിയും തെളിവുകളും വാട്സ്ആപ്പ് മെസഞ്ചർ സന്ദേശങ്ങളുമെല്ലാം ചേർത്തിണക്കിയപ്പോഴാണ് സിദ്ദിഖിന്റെ പ്രതിരോധം പാളിയത്. കോടതിയെ ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ബലാത്സംഗ കേസെടുത്ത ഓഗസ്റ്റ് 28 തന്നെ സിദ്ദിഖിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തി. ഗുരുതരമായ കുറ്റവും ആരോപണവും കണ്ടെത്തി കോടതി രൂക്ഷമായ നിലപാടെടുത്ത സ്ഥിതിക്ക് അറസ്റ്റിന് വീണ്ടും കാത്തുനിന്നാൽ പോലീസിനും സർക്കാരിനും അപമാനമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ടായി. ഈ സാഹചര്യത്തിൽ സിദ്ദിഖിനെ പിടികൂടാൻ ടീമുകളെ ഉടൻ രംഗത്തിറക്കി. സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെയും കേസെടുക്കുവാനുള്ള സാധ്യതകൾ സംബന്ധിച്ച സന്ദേശവും കൊച്ചി സിറ്റി പോലീസിന് തിരുവനന്തപുരത്ത് നിന്ന് കൈമാറിയിട്ടുണ്ട്.